ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. നല്ല മഴ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ കേട്ടോ. കാലത്ത് ഇത്തിരി വെയിലൊക്കെ ഉണ്ടായി. അപ്പോൾ ആ വെയിൽ കണ്ടപ്പോൾ വിചാരിച്ചു തുണികളൊക്കെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ആ പറഞ്ഞ് ഞാൻ നാവുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ടിഫിനൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഭീര മഴ, മുറ്റത്തൊക്കെ നല്ല വെള്ളമൊക്കെ ആയിട്ട് ഗംഭീര മഴ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ കുറുക്ക് കാളനാണ്. നമ്മൾ സദ്യ സ്റ്റൈലൊന്നുമല്ല, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കാളൻ. എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ് കാളൻ കേട്ടോ. അപ്പോൾ ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളും കൂട്ടായിക്കൊന്നുമില്ല, കാളനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് അപ്പോൾ ശരി അവന് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് 2 ദിവസം കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു 2 ദിവസം മുന്നേ കാറ്റും മഴയൊക്കെ ആയപ്പോൾ നേന്ത്രവാഴ ഒടിഞ്ഞ് വീണു, അങ്ങനെ ഒരു കൊല കായം ഏകദേശം മൂത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പം മുഴുവനായിട്ട് പഴുക്കാൻ നിൽക്കണ്ട, 2-3 ചീർപ്പേ ഉള്ളൂ, എന്നാലും വേണ്ടില്ല, നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, വളമിടാത്തതല്ലേ. അപ്പോൾ അതൊന്ന് പഴമായി കഴിഞ്ഞാൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഒരു 4 കായ എടുത്തിട്ട് തോല് കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ കളഞ്ഞു. അപ്പോൾ വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് ഇട്ട് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടി ഞാൻ ഇട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് എടുത്തത്, അപ്പോൾ അത് കാരണം കണ്ടില്ല. അപ്പോൾ കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാൻ അത് വേവിക്കണേ കേട്ടോ. കുക്കറിൽ 2 വിസിൽ വരുത്തി. അപ്പോഴത്തേനും ആ വിസിൽ വന്ന ആവിയൊക്കെ പോയി തുറന്ന് നോക്കണം നേരം കൊണ്ട് നമുക്ക് കാളനിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതേ നാളികേരം എടുത്തു. അത്യാവശ്യം ഞാൻ 2 നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു. 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ 4 പച്ചമുളകും. എന്നിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ തൈര് കൂട്ടിയിട്ട്, വെള്ളം കൂട്ടിയിട്ടല്ല അരയ്ക്കുന്നത്, തൈര് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ തൈര് ചേർത്ത് അരച്ചെടുക്കുകയാണേ. അപ്പോൾ ഈ കഷ്ണം വേവിക്കുമ്പോൾ മാത്രം അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്തു, വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്തു എന്ന് മാത്രം. അപ്പോൾ ഇതേ നമ്മുടെ കായ ഇവിടെ വേവിച്ചത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറെ വെള്ളം ചേർത്തില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ മിക്സർ ജാറ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് വെള്ളത്തിൽ കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായി തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ആ തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിൽ വിറകടുപ്പിൽ റെഡിയാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി കുറച്ച് സമയം നമ്മൾ കുറുക്കാനായിട്ട് നിൽക്കണ്ടേ, അപ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചു. കാരണം ഉണ്ണിമോൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് വരികയാണ്, വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവൻ വന്ന് എൻ്റെ മാക്സി പിടിച്ച് വലിക്കും. അത് കഴിഞ്ഞ് എൻ്റെ 2 കാലിലും പിടിച്ച് ഇങ്ങനെ മേലേക്ക് കയറി വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണ്ടേ, വിറകടുപ്പൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എന്നാൽ തന്നെ ഇത് കുറുകി വരുന്ന സമയത്ത് സ്റ്റൗവിലേക്കൊക്കെ തെറിച്ചിട്ട് എല്ലാ ഭാഗത്തും ആവും. അപ്പോൾ അതുപോലെ ഇത് തെറിക്കുന്ന സമയത്ത് കയ്യിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂടല്ലേ, അപ്പോൾ അത് കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മുഖത്തൊക്കെയൊക്കെ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതിപ്പോൾ കുറുകി വന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാനാണ് ആവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ വറവിട്ട് കൊടുക്കുമ്പോൾ നമുക്കതിലേക്ക് കടുക്, മുളക്, കറിവേപ്പില, അതുപോലെ ഉലുവയും വറുത്തിടുന്നവരുണ്ട്. ഞാൻ ഉലുവ വറുത്തിടാറില്ല, ഉലുവ പൊടിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ. അതായത് നെയ്യിൽ ഉലുവ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ട് ആ പൊടിയാണ് ഞാനിങ്ങനെ ചേർക്കാറ്. മോരുകറിയിലേക്ക് ഞാൻ അങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മൾ ഉലുവപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു, നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി വീണ്ടും ഒന്നും കൂടി കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം നമുക്ക് വറുത്തിടാം. പിന്നെ നമ്മൾ ഈ കായയും ചേനയാണ് കാളന് ഉപയോഗിക്കാറ് കഷ്ണങ്ങൾ. അപ്പോൾ ഞാൻ ചേന എടുത്തിട്ടില്ല, കായ മാത്രം വെച്ചിട്ടാണ് കാളൻ തയ്യാറാക്കുന്നത്. അപ്പം നമ്മളതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ചിലവർ മുളക് പൊടിയും ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയെ ചേർക്കാറുള്ളൂ. അപ്പോൾ 2 കതിര് കറിവേപ്പില ആ സമയം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കഷ്ണം ഇങ്ങനെ തന്നെ ഇട്ട് വേവിച്ചിട്ട് അതിലേക്ക് നാളികേര അരപ്പ് നമുക്ക് ചേർത്ത് പിന്നീട് തൈര് ഒഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിപ്പോൾ വീട്ടിൽ നമ്മൾ ആവശ്യത്തിന്, അപ്പോൾ വിദ്യാമണ്ണം എന്നല്ല ചെയ്യുന്നത്, എളുപ്പത്തിലൊരു കാളം റെഡിയാക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് നന്നായി കുറുകി വന്നു. ഞാൻ തീയൊക്കെ ഓഫാക്കി. അപ്പോൾ ഇനി നമുക്ക് വറവിന് ആവശ്യമായ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഓഫാക്കിയത്. അപ്പോൾ ആ തള അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വറവിനായിട്ട് മറ്റേ അടുപ്പിൽ ഞാനൊരു കരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നെയ്യിലാണ് ഞാൻ വറുത്തിടുന്നത്. നമുക്ക് നെയ്യിലല്ല വെളിച്ചെണ്ണയിലും വറുത്തിടാം കേട്ടോ. അപ്പോൾ നെയ്യിൽ വറുത്തിട്ട് അതിനൊരു പ്രത്യേക മണം കിട്ടും, അതുകൊണ്ടാണ് നെയ്യിൽ വറുത്തിടുന്നത്. ഞാൻ പറഞ്ഞു ഉലുവപ്പൊടി ചേർത്ത കാരണം ഉലുവ ഇവിടെ ചേർക്കണില്ല. കടുകും മുളകും കറിവേപ്പിലയും മാത്രമാണ് ഞാൻ വറുത്തിടുന്നത്. ആ വറുത്തിട്ട് നമ്മുടെ കാളനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ആ വറവ് നമ്മുടെ കാളനിലേക്ക് ഇട്ട് കൊടുത്തു.
അപ്പോൾ ആ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി ആ നെയ്യിൻ്റെ മണം കടുകും മുളകൊക്കെ വറുത്തതിൻ്റെ ആ മണം ഉണ്ടല്ലോ അത് ആ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കാളൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. സദ്യക്കൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കാളൻ തയ്യാറാക്കുമ്പോൾ നാളികേരത്തിൻ്റെ ആ വെള്ള ഭാഗം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ചിരട്ടയുടെ മുകളിൽ നിന്ന് അങ്ങനെ ചിരകി എടുക്കുന്ന അടിയിലെ കറുപ്പ് കളറോ അല്ലെങ്കിൽ ആ കളർ കിട്ടുന്ന രീതിയിൽ എടുക്കില്ല കേട്ടോ. കാരണം അത് അരയ്ക്കുമ്പോൾ കാളന് കളർ കുറയും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ വീട്ടിലിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വിദ്യാമണ്ണം അല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് നാളികേരം മൊത്തമായിട്ട് നമ്മൾ അങ്ങനെ അരച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ കഷ്ണം വേവിച്ചതിന് ശേഷം ചേനയും കായാണ് സാധാരണ കാളിനെടുക്കുക. ആ കഷ്ണം വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നാളികേരവും ജീരകവും പച്ചമുളകും കൂടി അരച്ച് ആ അരപ്പ് ചേർത്ത് നാളികേരത്തിൻ്റെ പച്ചമണം പോകുന്നത് വരെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തൈര് ചേർത്താലും മതി കേട്ടോ. നിങ്ങൾ തൈര് അരയ്ക്കാനായിട്ട് തൈര് ചേർത്ത് അരയ്ക്കണം എന്നില്ല, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു എന്നുള്ളത് മാത്രം, കാരണം പല രീതിയിൽ ഇതിങ്ങനെ എളുപ്പത്തിലൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. സദ്യ ആകുമ്പോൾ നമ്മൾ നാളികേരത്തിൻ്റെ ബാക്ക് ഭാഗം കളർ വരുന്നുണ്ടല്ലോ, കറുപ്പ് കളർ, ആ ഭാഗം അതായത് ചിരട്ടയുടെ ഉൾഭാഗം തൊട്ടുള്ള ഭാഗം നമ്മൾ എടുക്കില്ല. നാളികേരത്തിൻ്റെ വെള്ള കളറുള്ള ഭാഗം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കാളൻ വെള്ള കളറിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുറുക്ക് കാളൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബായ്, സീ യു. ഈ വറുത്തിട്ട മണം അതുപോലെ ആ ഉലുവാപ്പൊടിയുടെ മണം അത് നമുക്ക് ആ മണം ആസ്വദിക്കുമ്പോൾ തന്നെ ചോറുണ്ണാനായിട്ട് തോന്നും കേട്ടോ. നിങ്ങൾക്കും തോന്നണില്ലേ?